യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ബോക്സിൽ പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. പൗർണമിയിൽ എത്തിച്ചേരുന്ന ചന്ദ്രന്റെ പൂർണ്ണത പോലെ ഈ പ്രണയബന്ധം പൂർണ്ണതയിൽ എത്തിക്കുവാൻ ഈ വ്യക്തിയും തയ്യാറാകുന്നു. ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഉറപ്പായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് മര്യാദക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെയും ഈ പേഴ്സണെയും സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള എനർജീസ് ഈ ഒരു പ്രണയബന്ധത്തിനുണ്ടോ, ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ, അവർ ഗൈഡ് ചെയ്യുന്നുണ്ടോ, അതുപോലെ ആ ഒരു ഫുൾ എനർജിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വരുമോ എന്നിങ്ങനെയുള്ള റീഡിംഗ് ആണ്. ആ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ പോകാം. ഈ ഒരു സെക്ഷൻ 1 2 3 4 5 ഈ ഒരു 5 കാർഡ്സ് വളരെയധികം സ്പെഷ്യൽ ആയിട്ട് എടുത്തിട്ടുള്ള കുറച്ച് കാർഡ്സ് ആണ് എനർജിയിൽ. ബാക്കി 3 എണ്ണമാണ് നോർമലൈസ് ചെയ്ത് കോമൺ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്ന ഒരു നമ്മളൊരു മാനസിക നില എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ഒരു മനോഭാവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ മെസ്, എംബ്രേസ് ഇറ്റ്സ് ഇംപെർഫെക്ഷൻസ് എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ചേരായികകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഒരു രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിലും, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സന്റെ രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിലും ഒരുപാട് ചേരായികകൾ, അതിപ്പോ പറയുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതിലൂടെ റിലേഷൻഷിപ്പിൽ എത്തിച്ചേർന്നവരായിരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾ രണ്ടുപേരും വളരെയധികം വാക്ക് തർക്കം, പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് പോയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് റിലേഷൻഷിപ്പിലായി പോയവർ ആയിരിക്കാം. ആ ഒരു രീതിയും കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു എന്താ പറയുക, വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ ഒരിക്കലും വിചാരിക്കാതെ, ഈ പേഴ്സണും അതുപോലെ നിങ്ങളും ഒരിക്കലും വിചാരിക്കാതെ വന്നു ചേർന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇംപെർഫെക്ഷൻസ്, ഒരുപാട് ചേരായികകൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ചേരായികകൾ എന്ന് പറയുമ്പോൾ അത് തീർത്തും അതിനെ ചേർത്ത് വെക്കുന്ന രീതിയിലേക്ക്, കാരണം അതൊരു സന്തോഷമായിട്ടുള്ള പ്രോസസ്സായിട്ടാണ് ഈ പേഴ്സൺ നോക്കി കാണുന്നത്. ആദ്യമൊക്കെ വളരെയധികം പേടിയോടുകൂടിയും താല്പര്യക്കുറവോടുകൂടിയും ആയിരിക്കാം നിങ്ങളായിട്ടുള്ള ഈ ഒരു ചേരായികകൾ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സണ് അതൊരു എന്താ പറയുക, അതൊരു അത്ര വലിയ പ്രശ്നമല്ല എന്നുള്ളൊരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ കംപ്ലീഷൻ, അതായത് ഈ പേഴ്സൺ അത്രയും ഒരു ഹേർട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഈയിടെ ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് ഒന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജി അത് ഈ പേഴ്സണെ വിട്ട് പോയിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ അവിടെ തീർത്തും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം തീർത്തും വളരെയധികം ആശ്വാസമായിട്ടുള്ള രീതിയായിട്ടാണ് ഈ പേഴ്സൺ അതിനെ നോക്കിക്കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ പേഴ്സൺ അതൊരു നേരം പോക്കായിട്ടോ, അല്ലെങ്കിൽ ഒരു ടൈം പാസ്, അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ള ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലല്ല നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും കണ്ടിരുന്നത്. പകരം ആദ്യമൊക്കെ ഒരു കലഹത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ രണ്ടുപേര് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എങ്കിൽ പോലും അതിലൂടെ ഈ പേഴ്സന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിട്ടുള്ള, ഏറ്റവും വലിയൊരു സ്ഥാനം നേടിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. അത് ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് പോയവരായിരിക്കാം, അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ഇല്ലാണ്ടായി പോയവരായിരിക്കാം. ആ ഒരു വേണ്ടപ്പെട്ടവരുടെ സ്നേഹം, ആ ഇല്ലാണ്ടായി പോയ ആൾക്കാർ ആരാണോ അവരുടെ അതേ സ്നേഹം അവര് ഈ പേഴ്സണ് ധാരാളം സ്നേഹവും കെയറിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ടാകാം. അപ്പൊ അതേ ഒരു എനർജി തന്നെയാണ് നിങ്ങളിൽ നിന്നും ഈ പേഴ്സണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് ഒരിക്കലും മാറ്റി പറയാനോ മാറ്റി നിർത്താനോ സാധിക്കില്ല. കാരണം എപ്പോഴും ഒരു ബ്യൂട്ടിഫുൾ മെമ്മറിയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എനർജിയിലേക്ക് പോകാം. സ്റ്റാർ ആൻസിസ്റ്റേഴ്സ് ആണ്
ഫോളോ ദ വോയിസ് ഓഫ് യുവർ സോൾ എന്നാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ രണ്ട് പേരുടെയും ആത്മാവ് സംസാരിച്ചിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നതോടു കൂടിയാണ് നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വൽ പരമായിട്ടുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള ചേഞ്ചസിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നത്. അത് നിങ്ങൾ ആത്മീയപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ. വേറൊരു തലത്തിലും നിങ്ങൾ നോക്കിയിട്ട് സംഭവിക്കാത്ത അല്ലെങ്കിൽ നടക്കാത്ത ഒരു കാര്യമാണ് ഈ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള രീതി. അപ്പോൾ ഇത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പോലും ഈ ഒരു റിലേഷൻഷിപ്പിനോട് താല്പര്യമുണ്ട് എന്നാണ് ഇതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉറപ്പായിട്ടും താല്പര്യമുണ്ട്. ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അവർക്കറിയാം, ആൻസിസ്റ്റേഴ്സ് പൂർവികർക്ക് അറിയാം. അവര് നിങ്ങളുടെ സ്വപ്നത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ സാധാരണഗതിയിൽ വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അവരവരുടെ അഭിപ്രായം പറയുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പലപ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഗ്രാൻഡ് ഫാദർ ആയിരിക്കാം, ഗ്രാൻഡ് മദർ ആയിരിക്കാം, അല്ലെങ്കിൽ സംതിങ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആള് ആ വ്യക്തി ഇപ്പൊ നിങ്ങളുടെ കൂടെ ഇല്ല എന്നാണെങ്കിൽ അവരുടെ ഒരു ബ്ലെസ്സിങ്ങും കൂടെ സാന്നിധ്യവും കൂടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ പലപ്പോഴും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ഇവരോട് ചോദിച്ചിട്ടുണ്ടാകാം, ആൻസിസ്റ്റേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടാകാം. അപ്പൊ അവരതിന് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം. അത് ചിലപ്പോൾ അവരുടെ ഒരു മുഖഭാവത്തോടു കൂടിയായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടോ സ്വപ്നങ്ങളിലൂടെ വാട്ട് എവർ ഇറ്റ് ഇസ്, ഏത് രീതിയിലായാലും അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് ഒരു നോക്കുകയാണെങ്കിൽ ഫൈൻഡിങ് ആണ്. കാരണം ഉറപ്പായിട്ടും ഇതൊരു തേടലാണ്, ഒരു കണ്ടുപിടുത്തമാണ്. ഈ ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് സ്പിരിച്വൽ ഫേസസിലൂടെ കാറ്റഗറിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് തീർത്തും മറ്റുള്ളവരോട് പറയുമ്പോഴാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർ അത് വിശ്വസിക്കണമെന്നില്ല, അല്ലെങ്കിൽ കാര്യമാക്കി എടുക്കണമെന്നില്ല. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അത്രയും നല്ലൊരു ഈ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സോള് കുറെ നാളായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആത്മാവ് തേടി നടന്ന് ഒരുപാട് നടന്നു കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ, ആ ഒരു സോളിന് ലഭിച്ചിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണാനായിട്ട് പറ്റുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും സോൾ ആയിരിക്കണം എന്നില്ല, ഏതെങ്കിലും ഒരു സോളും മാത്രം ആവാം. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് പേഴ്സണൽ പവർ ആണ്, സ്ട്രെങ്ത് ആൻഡ് ഡിറ്റർമിനേഷൻ ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പുറമേ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു മെസ്സി ആയിട്ട് നടക്കുന്നുണ്ടാകാം, ചൈൽഡിഷ് ബിഹേവിയർ ആയിട്ടും, ഒരു കുട്ടിത്തം അല്ലെങ്കിൽ അത്രത്തോളം ഒരു കാര്യഗൗരവം ഇല്ലാത്ത ഒരു വ്യക്തിയെ പോലെയൊക്കെ നടക്കുന്നുണ്ടാകാം, ഒരു ചില്ലായിട്ടൊക്കെ നടക്കുന്നുണ്ടാകാം. പക്ഷെ ഈ പേഴ്സന്റെ മാനസികപരമായിട്ടുള്ള ഒരു നില വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം സോൾ പവറും വളരെയധികം കൃത്യതയും കാര്യക്ഷമ ആ ഒരു ലക്ഷ്യബോധം ഇതെല്ലാമുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു 30 വയസ്സ് ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരു 40 വയസ്സുകാരന്റെ അല്ലെങ്കിൽ 40 വയസ്സുകാരിയുടെ ഒരു സ്വഭാവമായിരിക്കും. മനസ്സിലായത്? അത് പുറമെ ഒരു കുട്ടിത്തോ കാണിക്കുമെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ അഭിപ്രായങ്ങൾ പറയുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ തലത്തിലും നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഒരു 10 വയസ്സ് കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. മനസ്സിലായോ? ചിലപ്പോൾ 20 വയസ്സ് ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരു 30 വയസ്സ് ആയ വ്യക്തിയുടെ പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. മനസ്സിലായോ? അപ്പൊ അത് തീർത്തും ഒരു പേഴ്സണൽ, ഒരു പാസ്റ്റ് ലൈഫ് മുജ്ജന്മത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതാണ് ആ പേഴ്സൺ അത് അവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മേക്ക് ടൈം ടു ബി വിത്ത് യുവർ പേഴ്സൺ, ക്രിയേറ്റ് യുവർ ഓൺ സ്പെഷ്യൽ ഹൈറ്റ് വേ എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ചിലപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സോള് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലൈഫാണ്, അല്ലെങ്കിൽ ഒരു പ്രൈവസി ആയിട്ടുള്ള ഒരു ലൈഫാണ്. അതായത് നിങ്ങളും ഈ പേഴ്സണും മാത്രം, വേറെ ആൾക്കാരുടെ സാന്നിധ്യം ആവശ്യമില്ല. ചിലപ്പോൾ മറ്റുള്ളവർ ശല്യമായിട്ട് വരുന്നത് കൊണ്ടും ആവാം. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്താണ്,
എന്താ പറയാ, നിങ്ങൾ അത്രയും അതിന് വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു സാഹചര്യം യൂണിവേഴ്സ് തന്നെ ഒരുക്കി തരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ ഇതുവരെയും ശ്രമിച്ചിട്ടില്ലായിരിക്കാം. അപ്പൊ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ശ്രമിച്ചു തുടങ്ങുക. ഇത്രയും നാള് ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല എന്നാണെങ്കിൽ അത് നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ ആക്കി വെക്കുക. അതിനുശേഷം അത് യൂണിവേഴ്സ് ഗ്രാൻഡ് ചെയ്ത് തരും എന്നാണ് പറയുന്നത്. എ ഇയർ ഫ്രം നൗ എന്നാണ് ഈ ഒരു റീഡിംഗ് കേൾക്കുന്നത് തൊട്ട് ഒരു വർഷം. ഓക്കെ, ഇന്നത്തെ ഡേറ്റ് എങ്ങനെയാണോ അത് ആ ഒരു ഡേറ്റ് അടുത്ത വർഷം വരെ എന്തോ സംതിങ് ബിഗ് ഈസ് ഹാപ്പനിങ് ഫോർ യു. എന്തോ ഒരു പുതിയ കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നടക്കാനായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനോടകം നടന്നു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കാണാൻ വരുന്നതാകാം, എൻഗേജ്മെന്റ് ആകാം, ഒരു റിയൂണിയൻ ആകാം, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആകാം, കോംപ്രമൈസ് ആകാം, ഫോർഗീവ് ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. എ ഇയർ ഫ്രം നൗ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ കാണുന്ന ഡേറ്റ് തൊട്ടിട്ട് അടുത്ത വർഷം ആ ഒരു ഡേറ്റ് വരെയുള്ള എനർജിയിലാണ് അത് നിൽക്കുന്നത്. ഏഞ്ചൽസ് ആണ് അത് പറഞ്ഞിട്ടുള്ളതും. ഗ്രാറ്റിറ്റ്യൂഡ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് നെവർ ഗിവ് അപ്പ് എന്നാണ്. ബിക്കോസ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട്, നന്ദിയുള്ളവരായിട്ട് ഇരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എസ്പെഷ്യലി ഗോഡസിനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ലക്ഷ്മി ദേവി, ഭദ്രകാളി ദേവി, കൊടുങ്ങല്ലൂരമ്മ, അങ്ങനെയുള്ള ചോറ്റാനിക്കര ദേവി, അങ്ങനെ പാർവതി ദേവി, അങ്ങനെയുള്ള ദേവിമാര്, അതായത് ഗോഡസിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ പുഷ്പങ്ങൾ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക. താമര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ മാല കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ മാല സമർപ്പിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക. വ്രതമൊക്കെ അനുഷ്ഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിന് നന്ദി പറയാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും പരാതിയും പരിഭവവും മാത്രം പറയാതെ നന്ദി പറയാനായിട്ട് നോക്കണം. കാരണം അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു എലമെന്റും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു താക്കോല്, ഒരു കീ എന്ന് പറയുന്നത് ഈ ഒരു എനർജിയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ആൻഡ് ഓൾസോ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ എനർജി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം. ഏരീസ് എനർജി കിട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ മന്ത്, 1 ഇയർ, കണ്ണുകൾ സ്പെഷ്യലായിട്ട് കാണിക്കുന്നു. ലെറ്റർ ജെ, വയനാട്, നേവി, എഞ്ചിനീയർ, ലെറ്റർ എക്സ്, ദെൻ പൊളിറ്റീഷ്യൻ ആൻഡ് ഓൾസോ ദ 2005. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.